രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കിയാലോ. ചപ്പാത്തിൻ്റെയും പൂരിൻ്റെ ഒക്കെ കൂടെ ഇത് നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടെ 1/2 ടീസ്പൂൺ വലിയ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാത്രം ചൂടാക്കി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 2 തക്കാളി അരിഞ്ഞതും 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം തക്കാളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. മുട്ട മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനൊരു 10 to 15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ കറി നന്നായി തിളച്ച് അതിലെ മുട്ടയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇനി തുറക്കുമ്പോണ്ടല്ലോ എല്ലാം നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ടായിരിക്കും. മുട്ട നമ്മൾ മിക്സ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതാ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ നല്ല ചൂടുള്ള ചപ്പാത്തിൻ്റെയും പൂരീൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.